അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്തിൽ ചെറുപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട എൻ്റെ അഭിമുഖങ്ങൾ എന്ന് കാണിച്ചു തരാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര ടൗണിൽ നിന്ന് 3-3.5 കിലോമീറ്റർ മാറിയിട്ടുള്ള ഈ കാണുന്ന തെങ്ങിൻ തോട്ടം, അതിനോട് ചേർന്ന് കുറച്ച് കൃഷി സ്ഥലം, എല്ലാം പാടെ നമുക്കൊരു 8 ഏക്കർ സ്ഥലം ഉണ്ടാവും കേട്ടോ. നല്ല തൈത്തെങ്ങാണ്, നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് തന്നെ എഴുതി കാണിച്ചു തന്നു. അതുകൊണ്ട് ഇനി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഈ കൃഷി സ്ഥലം നമ്മുടെയാണ്. മൊത്തം 8 ഏക്കറാണ് കേട്ടോ കൃഷി സ്ഥലം അടക്കം. നല്ല പ്രകൃതിയാൽ ഭംഗിയുള്ള നല്ല ഏരിയയിലാണ്. ഇതിന്റെ വില വളരെ ചീപ്പ് വിലയിലേക്ക് വാങ്ങിക്കൂടാ ബീബിങ്ങൾക്ക്. പ്രവാസികൾക്ക് വാങ്ങാം, ആർക്കും വാങ്ങാം, നല്ല കൃഷിയോട് കമ്പുള്ളവർക്ക് വാങ്ങാം. അപ്പൊ ഇൻഷാല്ല ഫുള്ള് ഇതിന്റെ വീഡിയോസ് ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട അബീബികളെ, ചേലക്കരുന്ന് വരുന്ന റോഡാണ്, ടാറിങ് റോഡാണ്. ആ ടാറിങ് റോഡിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ സ്ഥലം കാണാനുള്ള വഴി. കണ്ടില്ലെങ്കിൽ ആ ടാറിങ് റോഡ് നേരെ ഇങ്ങനെ വന്ന് വണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ്. കണ്ടോ, ഇതിന്റെ ഇവിടെ ഒരു തോടൊക്കെ ഉണ്ട്, ഒരു പാലുണ്ട്. ഈ പാലത്തിന്റെ ഈ തോടിന്റെ ഒക്കെ അരികിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പ്രോപ്പർട്ടി കഴിഞ്ഞാൽ അടുത്ത പ്രോപ്പർട്ടി നമ്മുടെ സ്ഥലമാണ്. കണ്ടോ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് തോടുണ്ട്. കണ്ടോ, അപ്പൊ ഈ ഒരു കണ്ടം ഒഴിച്ചിട്ട് കേട്ടോ, ഇതൊഴിച്ച് ഇതിന്റെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പോകണം നമ്മുടെ പ്രോപ്പർട്ടി. അപ്പൊ നമുക്ക് ഇതിൽ ഒരു 10-100 തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഹെഡിങ്ങിൽ എഴുതി കാണിച്ചിരുന്നു. കാരണം എന്താ പറയുക, ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതി കാണിച്ചത്. അപ്പൊ ഇങ്ങനെ ഈ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി നമ്മുടെ പ്രോപ്പർട്ടി ഇവിടുന്നാണ് തുടങ്ങുകയാണ്. ഇവിടെ ഇറങ്ങുന്ന ഭാഗത്തൊക്കെ പാടാണ് കേട്ടോ. ഇതിൽ ഫുള്ളായിട്ട് പാടം തന്നെയാണ്. പക്ഷെ തെങ്ങ് വെച്ചത് അപ്പുറത്തൊരു 1.5 ഏക്കർ സ്ഥലം, 2 ഏക്കർ സ്ഥലമുണ്ട്. വഴി കാണിച്ചു കൊടുത്തോ. ഇവിടുന്ന് അങ്ങോട്ടല്ലേ, ഈ സൈഡിൽ അങ്ങോട്ട്. ഈ മിഷൻ പര നമ്മളതിൽ പെട്ടാണോ? ഇത് നമ്മളതിൽ പെട്ട മിഷൻ പര സൗകര്യങ്ങൾ. ഈ വരമ്പ് അങ്ങനെ. അപ്പൊ നമുക്ക് ഇതിനാണ് പോവുക അല്ലേ. ഇത് പിന്നെ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ അങ്ങനെ ഓക്കെ. പിന്നെ ഇതങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. ഈ തോട്, ഒരു സൈഡിൽ തോട്, ഒരു സൈഡിൽ പാടം. ഇതാണ്, ഇതൊക്കെ നമ്മുടെ പെട്ടാണ് കേട്ടോ. ഇതാണ് പുഴ എന്ന് പറയും, തോട് എന്നൊക്കെ പറയും. അതാണ് സോളാർ. ആ സോളാറൊക്കെ നമ്മുടെ ഉൾപ്പെട്ടാണ്. അത് കാണിച്ചു കൊടുത്താൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ വയ്യ, അതുകൊണ്ടാ. സോളാർ അതിന്റെ മോട്ടറൊക്കെ അല്ലേ. മോട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട്, സോളാറിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നല്ല വിശാലമായ, നല്ല പച്ചപ്പുള്ള, നല്ല പാടശേഖരം. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് പോകേണ്ടത് തെങ്ങിൻ തോട്ടത്തേക്കാണ്. അപ്പൊ നമ്മുടെ പാടശേഖരം എന്ന് പറയുന്നത് ഇതാണ് കണ്ടോ, നിരന്ന് കലക്കാണ് കണ്ടോ. നല്ല ഭംഗിയുള്ള, നല്ല പ്രകൃതിയുള്ള, നല്ല പച്ചപ്പുള്ള കണ്ടോ, നല്ല ഏരിയ. ഇത് എന്ത് നെൽകൃഷി അവിടെ ചെയ്യുന്ന പറഞ്ഞു? 2 പോലും ചെയ്യുന്നുണ്ട്. അത് ഏതാണ് വിത്ത് പറഞ്ഞു? പട്ടാമ്പിയിൽ നിന്ന് നമ്മള് സാധാരണ മട്ടത്രിവേണിയാണ് ഇവിടെ ചെയ്യാറ്. അപ്പൊ മട്ടത്രിവേണി മാറിയിട്ട് പ്രാവശ്യം പട്ടാമ്പി നമ്മുടെ കൃഷി ഓഫീസറുടെ സഹകരണത്തോട് കൂടിയിട്ട് വർഷ TND എന്താ അതിന് കുഞ്ഞുകുഞ്ഞ് എന്നാണ് ശരിക്കും പഴയ കാലത്ത് പറയാ. കുഞ്ഞുകുഞ്ഞ് വർണ്ണ എന്ന് പറയുന്ന ആ വിത്താണ് നമ്മൾ പ്രാവശ്യം ചെയ്തെടുക്കുന്നത്. 2 വിളവ് എടുക്കാറുണ്ട്. കുഴപ്പമില്ലാണ്ട് നാടാണ് പൊതുവെ രണ്ടും. നമ്മൾ വെള്ളത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാറ്. 2 പൂലും എടുക്കാറുണ്ട്. 2 പൂലും ഈ മട്ടത്തിരിവേണി ആയിരുന്നു ഇപ്രാവശ്യം ആദ്യത്തെ പൂല്. ഈ കുഞ്ഞുകുഞ്ഞെന്ന് പറഞ്ഞ ഇതും അതേ. ഇനി അടുത്തത് നമ്മൾ മട്ടത്തിരിവേണി ചെയ്യും. അപ്പൊ ഇതിന്റെ ഓണർ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിൽ ചെയ്യുന്ന കൃഷികള് അപ്പൊ ഇതൊക്കെ കാണിച്ചു തന്നു. തെങ്ങും തോട്ടം, തെങ്ങ് എന്ന് പറഞ്ഞാൽ 1.5 ഏക്കറിൽ തെങ്ങ്. ഒരു 10 തെങ്ങ് ഉണ്ടാവും, 100 ചില്ലാനുണ്ട്. മുഴുവൻ നമ്മൾ എണ്ണാറില്ല അങ്ങനെ. 100 ചില്ലാനും തെങ്ങ് കാര്യങ്ങളൊക്കെ. തൈ തെങ്ങാണ്. കുറച്ച് കവുങ്ങുണ്ട് അല്ലേ, കടയിൽ കുറച്ച് കവുങ്ങുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ എഴുതി കാണിച്ചിരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി ലാസ്റ്റ് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കൊല്ലത്തില് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നവരനെല്ല് ഈ പാടത്തിലെ ചെയ്യാറ്, ഈ കൃഷി ചെയ്യാറ്. അത് ഏകദേശം 50 സെന്റോളം ഉണ്ട്. അതിൽ നമ്മൾ നവര ചെയ്യാറുണ്ട്. ആവശ്യക്കാരുണ്ട്, കുറെ കാലമായി അത്. കാരണം നമ്മളിത് ചെയ്യുന്ന അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആൾക്കാരൊക്കെ വരും, അതുകൊണ്ട് അത് നിർത്തിയിട്ടില്ല. നവര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് മൂല്യമുള്ള ഒരു നെല്ലാണല്ലോ. 60 ദിവസമാണ് അതിന്റെ. നവരനെല്ലിന്റെ തൊട്ടതാണ് നമ്മുടെ തെങ്ങും തോട്ടം. അതെ, അത് ആ തെങ്ങും തോട്ടം ചേർന്നാണ്. അപ്പൊ ആ ഇതുണ്ട്, തെങ്ങ് ഇതിനോട് ചേർന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി 1-2 കാര്യങ്ങൾ കൂടെ കാണിച്ചു തരാണ്ട് നിങ്ങൾക്ക് അവിടെ കാണിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞില്ലേ, ഇതാണ് വഴി ഇങ്ങനെ വരുന്നുണ്ട. ഇത് ട്രാക്ടർ കയറി വരാനുള്ള വഴിയാണ് ഇവിടെ. അതേപോലെ തന്നെ സോളാറിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫുള്ള് തെങ്ങും, ഇതിന്റെ ബാക്കിൽ കുറച്ച് കവുങ്ങും ആയിട്ടാണ്. കൂടുതലും തെങ്ങാണ്. തൈത്തെങ്ങുകളാണ് കേട്ടോ, വലിയ തെങ്ങുകളല്ല, ചെറിയ ചെറിയ തെങ്ങുകളാണ് കേട്ടോ. ചെറിയ തെങ്ങുകളാണ്.
നല്ല കായ്ഫലമുള്ള തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ വാഴ കൃഷി ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ. നല്ല അതിമനോഹരമായ നല്ല സ്ഥലമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ അല്ലേ, ഇതല്ല, ഇല്ല ഇത് പെടില്ല, ഈ ഭാഗം നമ്മുടെ അല്ല, ഒഴിവാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ, വൈകുന്നേരം സമയമാണ്, അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയർ കമ്മി തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പർ സ്ഥലം കണ്ടില്ലേ, നല്ല പാടശേഖരം. ഇത് ആധാരത്തിന്റെ നിലമാണ് കേട്ടോ, നിലമാണ്, പറമ്പല്ല. ഇനി ആരെങ്കിലും പറമ്പാണെന്ന് ഉദ്ദേശിക്കരുത്. ആണോ, എല്ലാ ഭാഗം കാണിച്ചോളൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കേട്ടോ, തെങ്ങിൻ തോട്ടത്തിന്റെ ഒരു അരിത കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് ഒരു ഭാഗം. അതിരുകൾ വളരെ വ്യക്തമാക്കി നിങ്ങൾ നോക്കിക്കോളി. ഇതിൽ 100 ചെല്ലാനും തെങ്ങുണ്ടെന്നാ പറയുന്നത്, 100 110 തെങ്ങുണ്ടെന്നാ പറയുന്നത് കേട്ടോ. ഇവിടെ വൈകുന്നേരം സമയമായതുകൊണ്ട് കൃത്യമായിട്ട് എണ്ണി നോക്കിയിട്ടില്ല കണ്ടോ. നല്ല നിരപ്പായ സ്ഥലം, ആധാരത്തിൽ നിലാണ് കേട്ടോ, പറമ്പല്ല. വില കേട്ടില്ലെങ്കിൽ വളരെ വില കമ്മിയായിട്ടല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കാണണം ഹബീബിങ്ങളെ, കാണണം കണ്ടോ. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോക്കണം നിങ്ങൾ. ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ, എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്ക്. ഒന്ന് അങ്ങോട്ട് പോയി കാണിച്ചു കൊടുക്കുക. ആ ഭാഗങ്ങൾ, ഉൾഭാഗം, സെൻട്രൽ ഭാഗം, എല്ലാ ഭാഗവും ഒന്ന് കാണിച്ചു കൊടുക്ക്. നല്ല തൈത്തെങ്ങിൻ തോട്ടം, അതേപോലെ തന്നെ ഇതുപോലുള്ള കവുങ്ങുകളുണ്ട് ഒരുപാട്. പോട്ടെ, അങ്ങോട്ട് സെൻറ്ററിലേക്ക് പോട്ടെ. അപ്പൊ ഈ തോട്ടുവരമ്പിലുള്ള തെങ്ങുകൾ കണ്ടില്ലേ നിങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ ഇതാ നല്ല തൈത്തെങ്ങുകളാണ്. കാണിച്ചു കൊടുത്താൽ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മൾ 4 സൈഡിലേ പോയി നടക്കുള്ളൂ കേട്ടോ. നല്ല പ്രകൃതി ഭംഗിയുള്ള, നല്ല പച്ചപ്പുള്ള, പൂങ്കാവനമായ പച്ചപ്പുള്ള തോട്ടം അല്ല. ഈ തോട്ടം ഉൾപ്പെടെ ഈ കൃഷി സ്ഥലത്തിന്റെ വിലയാണ് നമ്മൾ പറഞ്ഞത്, ഹെഡിങ്ങിൽ എഴുതി കാണിച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഈ തെങ്ങിൻ തോട്ടത്തിന്റെ ഇതാ ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബോർവിൽ കേട്ടോ. ഇവിടെ നമുക്ക് കോയൽ കിണറുണ്ട്, അടിച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ഇവിടെ നമുക്ക് ബാക്കിൽ തോട്ട് വരമ്പാണ്. തോട്ട് വരമ്പ്, തോട്ടിൽ ഏകദേശം വെള്ളമുള്ള സ്ഥലം കണ്ടോ. ഇതിന്റെ നേരെ ബാക്കിൽ ഈ തോട്ട് വരമ്പ് ഒന്ന് കാണിച്ചു കൊടുത്താ കണ്ടോ, ഏകദേശം വെള്ളമുള്ള സ്ഥലം ബാക്കിൽ അല്ലേ. ആ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്ക്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ പോസ്റ്റ് നിങ്ങൾ കണ്ടു അല്ലെ. അതിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 7 ഏക്കറുടെ മുകളിലുണ്ട്, 7 8 ഉള്ളിലാണ്. അതിൽ നമുക്ക് ഒരു 1.5 2 ഏക്കറയോളം നല്ല തെങ്ങ്, തൈത്തെങ്ങ്, അതിൽ കവുങ്ങ് എല്ലാം ഉണ്ട്. വെള്ള സൗകര്യമാണെങ്കിൽ യഥേഷ്ടമുണ്ട്. ഒരു ഭാഗത്ത് തോടുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഇത് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്, ചേലക്കര. തൃശ്ശൂർ ജില്ലയിൽ ചേലക്കര എളനാട് റോഡ് കൂടെ അങ്ങനെയും വരാം. തൃശ്ശൂര് ചേലക്കര ടൗണിൽ നിന്ന് അങ്ങനെയും ഒരു വഴിയുണ്ട്. ചേലക്കര അങ്ങനെ വരുമ്പോൾ വഴിയാണെങ്കിൽ ഒരു 3-3.5 കിലോമീറ്റർ ആണ്. അല്ല എളനാട് റോഡിൽ കൂടെ വരികയാണെങ്കിൽ അതിലൊരു 7 കിലോമീറ്റർ ദൂരം വരും. അപ്പൊ എല്ലാ ഭാഗത്തു കൂടി വാഹനം വരാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ഇത് വൈൻഡപ്പിയാണ് നമ്മുടെ ഓഫീസിൽ വെച്ച്, പുതിയ ഓഫീസിൽ വെച്ചിട്ടാണ്. അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് വേറൊരു കാര്യം പറയുന്നത്, ഈ സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് കേട്ടോ, കറക്റ്റ് ഇതിന്റെ വില പറയുന്നത് 10 ഉറുപ്പ്യാണ് ഒരു സെന്റിന്. വെറും 10,000 ഉറുപ്പ്യ ഒരു സെന്റിന്. ഇതൊക്കെ ഫൈനൽ റേറ്റാ പറഞ്ഞത്. തെങ്ങ് ഉൾപ്പെടെയാണ് 10,000 ഉറുപ്പ്യ പറഞ്ഞിട്ടോ. സാധാ കൃഷിസ്ഥലം കിട്ടണമെങ്കിൽ തന്നെ 12 13 കൊടുക്കണം. അപ്പൊ നമ്മൾ ഈ തെങ്ങ് ഉൾപ്പെടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് വെറും 10,000 ഉറുപ്പ്യക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പുറമെ അതിന് സമയം കാര്യങ്ങളൊക്കെ നമ്മൾ തരും. ഒരു 6 മാസമോ 4 മാസമോ 5 മാസമോ വേണ്ടവർക്ക് സമയം തരാം. അപ്പൊ സൗകര്യങ്ങൾ ഏറെയാണ്. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയാണ്. ചേലക്കര ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. വെറും 10,000 ഉറുപ്പ്യാണ് അതിന്റെ വില ഒരു സെന്റിന്. അളന്ന് കാണുന്ന സെന്റ് കേട്ടോ. നമുക്ക് കൃഷിസ്ഥലം യഥേഷ്ടമുണ്ട്. ഇനി അത് 7 ഏക്കർ 8 ഏക്കർ പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് തന്നെ വേറെയും ഹബീബികളുടെ കൃഷിസ്ഥലം കൊടുക്കാനുണ്ട്. അങ്ങനെ വാങ്ങി ഒരു 12 15 20 ഒക്കെ ആക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് വെറും 8 ഏക്കറുടെ ബിസിനസ് ആണ്. അപ്പൊ ഒരു സെന്റിന് 10,000 ഉറുപ്പ്യ ഈ തെങ്ങ് ഉൾപ്പെടെ. അപ്പൊ എന്റെ പുതിയ ഓഫീസ് ആഗസ്റ്റ് 15-നാണ് നമ്മൾ ഉദ്ഘാടനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ആഗസ്റ്റ് 15-ന് കാലത്ത് 10 മണിക്ക് ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ ഈ ഓഫീസിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും 10 മണിക്ക് ഇവിടെ വന്നു ചേരണം. ഇൻഷാ അള്ളാഹ് നിങ്ങൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഓഫീസ് നല്ല സൗകര്യത്തോടു കൂടി എത്ര ആൾ വന്നാലും ഇരിക്കാനുള്ള സൗകര്യത്തോടു കൂടിയിട്ട് ചെയ്യാൻ സാധിച്ചത് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ സഹായം, സഹകരണം, സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ ഇനിയും തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ എനിക്ക് ആവശ്യമാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും അതേപോലെ ഇതൊന്ന് ഷെയർ ചെയ്യണം,
സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ആളുകൾ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് വീഡിയോ ഇടാത്ത ഒരുപാട് വീടുകളും സ്ഥലങ്ങളും ഫ്ലാറ്റുകളും വലിയ വലിയ 15 ഏക്കർ 20 ഏക്കർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ബിൽഡിംഗ് സൈറ്റ് ചെറിയ ചെറിയ ബിൽഡിംഗ് സൈറ്റ് ഉണ്ട്. 4 സെന്റ് 4.25 സെന്റ് ബിൽഡിംഗ് സൈറ്റുകൾ ചെറിയ വിലക്കുണ്ട്. കട റൂമുകൾ നമ്മുടെ 4 കട റൂം വന്നിട്ടുണ്ട്. വെറും 40 ലക്ഷം രൂപയ്ക്കാണ്. അതൊക്കെ അതൊന്നും വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. നല്ല വാടകയുള്ള ബിൽഡിങ്ങുകളുണ്ട്, കോട്ടേഴ്സുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് കണ്ടില്ലേ, ഈ കണ്ടില്ലേ, ഇതുപോലുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ നമുക്ക് വിൽക്കാണ്ട്. വലിയ വലിയ മാളുകളുണ്ട്, തെങ്ങും തോട്ടമുണ്ട്, കഴുങ്ങും തോട്ടമുണ്ട്, റബ്ബറും തോട്ടമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് എന്റെ ഹബീബിങ്ങളെ. അപ്പൊ ബിസ്മി റിയൽ പുതിയ ഓഫീസാണിത്. അപ്പൊ ആഗസ്റ്റ് 15 എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം സപ്പോർട്ട് ഇതുവരെ ഉണ്ടായ മാതിരി വീണ്ടും നിങ്ങളെ ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.